മധ്യപ്രദേശിലെ പീഡിത ജനതയ്ക്കായി ജീവിതം ബലികഴിച്ച വാഴ്ത്തപ്പെട്ട രക്തസാക്ഷി സിസ്റ്റർ റാണി മരിയയുടെ ത്യാഗോജ്വലമായ ജീവിതം ആസ്പദമാക്കിയുള്ള ദ ഫേസ് ഓഫ് ദ ഫേസ്ലെസ് എന്ന സിനിമയെക്കുറിച്ച് ഇരിങ്ങാലക്കുട രൂപതാധ്യക്ഷൻ ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധേയമാകുന്നു. നവംബർ 17 റിലീസ് ചെയ്ത ചിത്രം മികച്ച നിരൂപക പ്രശംസ നേടി വിജയകരമായി പ്രദർശനം തുടരുകയാണ്. മുഖമില്ലാത്തവരുടെ മുഖമായി മാറി അവരിൽ ഒരാളായി ജീവിച്ച് ക്രിസ്തുരാജ്യത്തിനു വേണ്ടി ജീവിതം ബലിയായി നൽകിയ ധീര രക്തസാക്ഷിയായിരുന്നു വാഴ്ത്തപ്പെട്ട സിസ്റ്റർ റാണി മരിയ. മധ്യപ്രദേശിലെ ഉദയ്നഗറിലെ പാവപ്പെട്ട കർഷകർക്കിടയിലായിരുന്നു സിസ്റ്റർ റാണി മരിയയുടെ പ്രവർത്തനം. കർഷകരെ സ്വയം തൊഴിലിൽ പ്രാവീണ്യമുള്ളവരാക്കാനും പ്രയത്നിച്ച സിസ്റ്റർ റാണി മരിയ ഏകാധ്യാപക വിദ്യാലയം സ്ഥാപിച്ച് പാവപ്പെട്ട കർഷകരുടെ കുട്ടികൾക്ക് അറിവ് പകർന്നു നൽകുവാനുള്ള തീവ്രശ്രമത്തിലും വിജയിച്ചു. കർഷകരെ സ്വന്തം കാലിൽ നിൽക്കാൻ സഹായിച്ചതോടെ സിസ്റ്റർ റാണി മരിയ ജന്മിമാരുടെ നോട്ടപ്പുള്ളിയായി. സിസ്റ്ററുടെ പ്രവർത്തനങ്ങളിൽ വിരളി പൂണ്ട ജന്മിമാർ സിസ്റ്റർ റാണി മരിയയെ കൊലപ്പെടുത്താൻ വാടക ഗുണ്ടയെ ഏർപ്പാടാക്കി. 1995 ഫെബ്രുവരി 25 ഉദയ്നഗറിൽ നിന്ന് കേരളത്തിലേക്ക് പുറപ്പെട്ട സിസ്റ്ററിനെ സമുന്ദർ സിംഗ് എന്ന വാടക ഗുണ്ട 54 തവണ കഠാര കൊണ്ട് കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു. ഇതാണ് യഥാർത്ഥ കഥ. എന്നാൽ ഇത് ദ ഫേസ് ഓഫ് ദി ഫേസ്ലെസ് എന്ന സിനിമയായി വെള്ളിത്തിരയിലെത്തിയപ്പോൾ വൈകാരികത ഒട്ടും ചോരാതെ കൃത്യതയോടെ കൈകാര്യം ചെയ്യാൻ അണിയറ പ്രവർത്തകർക്ക് സാധിച്ചു എന്നതാണ് പ്ലസ് പോയിന്റ്. കൺമുന്നിൽ ആളുകൾ ചികിത്സ കിട്ടാതെ മരിച്ചു വീഴുന്നത് കാണാൻ പറ്റത്തോണ്ടാ. അവരൊന്നും നിങ്ങളുടെ നാട്ടുകാരോ റിലേറ്റീവ്സോ ഒന്നും അല്ലല്ലോ. നവംബർ 17 ചിത്രം പ്രദർശനത്തിനെത്തിയപ്പോൾ മികച്ച നിരൂപക പ്രശംസയാണ് നേടിയത്. കേരള കത്തോലിക്ക സഭ വലിയ പിന്തുണയും നൽകി. ഇപ്പോൾ സിനിമയെക്കുറിച്ച് ഇരിങ്ങാലക്കുട രൂപതാധ്യക്ഷൻ ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ പറഞ്ഞ വാക്കുകളും ഏറെ കാലിക പ്രസക്തമാണ്. സമൂഹത്തിലെ അടിച്ചമർത്തപ്പെട്ടവർക്ക്, പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് ജീവിതം ഹോമിച്ച ഒരു സന്യാസിനിയുടെ മനോഹരമായിട്ടുള്ള കഥയാണ് സിസ്റ്റർ റാണി മരിയയുടെ ജീവചരിത്രം. അത് ഏറ്റവും നന്നായിട്ട് ചിത്രീകരിച്ചിരിക്കുന്ന ഫിലിമാണ് ഫേസ് ഓഫ് ദ ഫേസ്ലെസ്. ഇന്ന് സമർപ്പിത ജീവിതത്തെ, പൗരോഹിത്യത്തെ, സന്യാസത്തെ, ക്രൈസ്തവ മിഷണറിമാരെ ഒക്കെ തേജോവധം ചെയ്യുകയും വളരെ മോശമായിട്ട് ചിത്രീകരിക്കുകയും ചെയ്യുന്ന കാലഘട്ടത്തിലാണ് സിസ്റ്റർ റാണി മരിയയുടെ ജീവിതകഥ ഫിലിമായിട്ട് തിയേറ്ററുകളിൽ എത്തിയിരിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ മിഷണറിമാർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ, ത്യാഗപൂർണമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ യഥാർത്ഥ ചിത്രമാണ് ഈ കാണിക്കുന്നത്. പലപ്പോഴും തെറ്റിദ്ധാരണകളാണ് മിഷണറിമാരെ കുറ്റപ്പെടുത്തുവാനും മിഷൻ പ്രവർത്തനങ്ങളെ തടയുവാനും മിഷണറിമാരെ കൊല ചെയ്യുവാനും മതമർദ്ദനം നടത്തുവാനും പ്രേരിപ്പിക്കുന്നത്. ഇത്തരം സിനിമകൾ അപ്രകാരം ചെയ്യുന്നവരുടെ കണ്ണുകൾ തുറക്കാൻ സഹായിക്കുമെന്നും അഭിമന്യ പിതാവ് ഷെക്യാന ന്യൂസിനോട് പങ്കുവച്ചു. പലപ്പോഴും തെറ്റിദ്ധാരണകളാണ് മനുഷ്യരെ, മിഷണറിമാരെ കുറ്റപ്പെടുത്തുവാനും മിഷൻ പ്രവർത്തനങ്ങളെ തടയാനും മിഷണറിമാരെ കൊല ചെയ്യാനും മതമർദ്ദനം നടത്തുവാനും ഒക്കെ പ്രേരിപ്പിക്കുന്നത്. ഇതുപോലെയുള്ള ചിത്രങ്ങൾ തീർച്ചയായിട്ടും അപ്രകാരമുള്ളവരുടെ കണ്ണുകൾ തുറക്കുമെന്ന് വിശ്വസിക്കുന്നു. ഈ ധീര രക്തസാക്ഷിയുടെ ഈ ജീവിതകഥ നമുക്കൊക്കെ പ്രചോദനമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഭാരതസഭയിലെ ആദ്യ വനിതാ രക്തസാക്ഷി എന്ന ഖ്യാതിയോടെയാണ് സിസ്റ്റർ റാണി മരിയ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തപ്പെട്ടത്. പെരുമ്പാവൂരിനടുത്ത് പുല്ലുവഴി വട്ടാലിൽ പൈലി ഏലീഷ ദമ്പതികളുടെ 7 മക്കളിൽ രണ്ടാമത്തെ പുത്രിയാണ് സിസ്റ്റർ റാണി മരിയ. സീറോ മലബാർ സഭയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു സിനിമയുടെ അണിയറ പ്രവർത്തകരെ സഭാസ്ഥാനത്ത് ആദരിക്കുകയുണ്ടായി. അതിന് അണിയറ പ്രവർത്തകരെ അർഹമാക്കിയത് ദ ഫേസ് ഓഫ് ദി ഫേസ്ലെസ് സിനിമയായിരുന്നു. കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി ചടങ്ങിന് നേതൃത്വമേകി. ഇതുകൂടാതെ മറ്റൊന്ന്
നവംബർ 20 വത്തിക്കാനിൽ ഇറ്റാലിയൻ സബ്ടൈറ്റിലോടെ സിനിമ പ്രദർശിപ്പിച്ചതായിരുന്നു. ഹൃദയസ്പർശിയായ ചിത്രീകരണത്തിലൂടെ മികച്ച വിജയം കൈവരിക്കാൻ സാധിച്ച സിനിമ കൂടുതൽ തിയേറ്ററുകളിലേക്കും പിന്നീട് പ്രദർശിപ്പിച്ചു. തിയേറ്റർ പ്രദർശനത്തിന് മുന്നേ നിരവധി ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങൾ ചിത്രം വാരിക്കൂട്ടിയതുമെല്ലാം വാർത്തകളിൽ നിറഞ്ഞിരുന്നു.